ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പം ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് അറിയാം, ലോകം ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മുടെ ലോകം മൊത്തം ആണെങ്കിലും നമ്മുടെ ഫുഡ് ഹാബിറ്റ്, ഡ്രസ്സിങ് ഹാബിറ്റ്, അങ്ങനെയുള്ള ഒരുപാട് പല നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് മൊത്തം തന്നെ ഒരു നല്ലൊരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ ഈ ഡ്രസ്സിങ്ങും അതേപോലെ ഒരുപാട് ഇലക്ട്രോണിക്സ് ഗാഡ്ഗറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് കൺവീനിയൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ തന്നെ നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് ട്രാവലിങ് കാര്യങ്ങളൊക്കെ അതൊക്കെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ് കോഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, അങ്ങനെ ഒരുപാട് പല സ്ഥലത്തും പല ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കും. പിന്നെ പല സ്ഥലത്തും പല ഡ്രസ് കോഡായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് വെസ്റ്റേൺ ഒരു സ്റ്റൈല് നമുക്കറിയാം. ഒരുപാട് മോഡേൺ ആയിട്ടുള്ളൊരു സ്റ്റൈല്, മോഡേൺ ഡ്രസ്സിങ്ങും ഫുഡും കാര്യങ്ങളും ഒക്കെ തന്നെയാണേലും ഒരു ഒരു എല്ലാവർക്കും തന്നെ ഒരു വെസ്റ്റേൺ കൾച്ചർ അഡാപ്റ്റ് ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ ഈ വെസ്റ്റേൺ കൾച്ചറിലെ ഡ്രസ് കോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നല്ല ഡ്രസ് കോഡൊക്കെ ഉണ്ട്. അവരുടെ രാജ്യത്ത് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തണുപ്പ് കാലത്ത് പ്രതിരോധിക്കാനാണെങ്കിലും അങ്ങനത്തെ ആ തരത്തിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളും. പിന്നെ ഒരുപാട് ഡ്രസ്സിങ് തന്നെ ഈ വെസ്റ്റേൺ കൾച്ചറിൽ തന്നെ ഒരുപാട് വൾഗറായിട്ടുള്ള കുറേ ഡ്രസ്സിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് പേര് അഡോപ്റ്റ് ചെയ്യാൻ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അനാവശ്യ കാര്യങ്ങളും നമ്മുടെ ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുന്നില്ലേ എന്നൊരു ചിന്ത എനിക്ക് വന്നു. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചൊരു റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാനാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് വിദേശത്തേക്ക് പോകുന്നുണ്ട്. യൂറോപ്പ്, അമേരിക്ക, കാനഡ പോലെയുള്ള സ്ഥലത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇവിടുത്തെ ചേഞ്ചും കാര്യങ്ങളും ഇവിടെ വരുന്നൊരു ശരാശരി ഇന്ത്യക്കാരൻ, ഒരു മലയാളി വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫറെൻറ്റ് വേൾഡാണ്. അവൻ നാട്ടിലേക്കാളും നല്ല വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആംബിയൻസ് ആയിരിക്കും ഇവിടെ. ഒരു ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഭയങ്കര ഒരുപാട് സുഖസൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് ഇവിടെ. ഇങ്ങനെയൊരു രാജ്യത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന ഒരു ശരാശരി മലയാളിക്ക്, ഇന്ത്യക്കാരനോ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് കഴിഞ്ഞ് അത് പയ്യെ നമ്മൾ അങ്ങ് അഡോപ്റ്റ് ചെയ്യുന്നു ഒരു ഇത് ആണ് പൊതുവെ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മലയാളി യുവജനങ്ങൾക്കിടയിലൊക്കെ. അപ്പോൾ അതിനകത്ത് ഞാൻ ഇപ്പം പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ടാറ്റു. ഈ വെസ്റ്റേൺ വേൾഡിൽ ടാറ്റു ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. മജോറിറ്റി പബ്ലിക്കിൽ ഇറങ്ങി നോക്കിക്കൂ, എവിടെയെല്ലാം നോക്കിക്കൂ, എല്ലാവർക്കും മജോറിറ്റി ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു ടാറ്റുവിലുണ്ടാവും. അത് വിസിബിളി കാണാൻ ഒരുപാട് ടാറ്റു അടിച്ച് നടക്കുന്ന കുറേ പേരെ നമുക്ക് കാണാം. അപ്പോൾ ചെറിയ ടാറ്റു ഉള്ള എന്തോരം പേരുണ്ടാകുന്ന, നമുക്ക് മജോറിറ്റി ആൾക്കാരും ടാറ്റു അടിക്കുന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ ഈ ടാറ്റു മെയിനായിട്ട് കണ്ടുവരുന്നത്, ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെയാണ്. നമുക്കറിയാം, ഈ ഇതുപോലെ കാനഡ, അമേരിക്ക, അങ്ങനത്തെ ഉള്ളൊരു ഈ യൂറോപ്പിലൊക്കെ ആണ് ഒരുപാട് കണ്ടുവരുന്നത്. യൂറോപ്പിൽ, ഇറ്റലിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഒരുപാട് പേര് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിലും കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ കാനഡയിലാണുള്ളത്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ടാറ്റു ഉണ്ട്. അപ്പോൾ ഒരു വിശ്വാസി, അത്യാവശ്യം പള്ളിയിലൊക്കെ പോകുന്നൊരു വിശ്വാസി, ആ വിശ്വാസി ഇപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ, ഇതിങ്ങനെ ഒരു കൺട്രിയിൽ ഇങ്ങനെ ടാറ്റു ഒക്കെ എല്ലാവരും അടിച്ച് നടക്കുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ ഞാനും അടിച്ചേക്കാം, എല്ലാവർക്കും ഉണ്ടോ, എന്നാൽ പിന്നെ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം ഞാനും കൂടെ അടിച്ചേക്കാം. അങ്ങനെ ഒരാൾ ചിന്തിക്കുമ്പോൾ അവൻ ഇത് നമ്മുടെ ക്രിസ്തു കത്തോലിക്ക സഭയെക്കുറിച്ച്, മതത്തെക്കുറിച്ച് പഠിക്കാത്ത ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി അവന് വേറെ ഒന്നും ചിന്തിക്കാനില്ല, പോയി അടിക്കുക എന്നുള്ളൊരു മൈൻഡായിരിക്കും. പക്ഷേ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ബൈബിളിക്കടെ ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വചനം നമ്മളോട് എന്താ പറയുന്നത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 28-ാം വാക്യം: മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, ദേഹത്ത് പച്ച കുത്തരുത്, ഞാനാണ് കർത്താവ്.
നമുക്കറിയാം പഴയ നിയമമാണിത്. കറക്റ്റായിട്ട് പറഞ്ഞേക്കുവാണ്, പച്ച കുത്തരുത്, ഞാനാണ് കർത്താവ്, മരിച്ചവരെ പ്രതി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. അപ്പോൾ മരിച്ചവരെ പ്രതി ശരീരത്തിൽ മുറിവുണ്ടാക്കുന്ന ഒരു പരിപാടി നമുക്ക് അത് എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ച് എന്താണ് കറക്റ്റായിട്ട് പറഞ്ഞേക്കുന്നത് എനിക്ക് എത്താട്ടറിയില്ല. അങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും അങ്ങനൊരു കൾച്ചർ അത് പഴയ കാലത്തുണ്ടായിരുന്നായിരിക്കാം. പച്ച കുത്തരുതെന്ന് കറക്റ്റായിട്ട് എടുത്ത് പറഞ്ഞേക്കുന്നു. അപ്പോൾ ഈ സംഭവം പണ്ടും ഉണ്ടായിരുന്നു, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പച്ച കുത്തരുതെന്ന് കറക്റ്റായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പണ്ട് കാലത്ത് ഇതുപോലെ ഒരുപാട് കൾച്ചറുകളിലും ആണേലും ഈ ടാറ്റു പച്ചയടിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. പഴയ നിയമം 2000 വർഷം മുമ്പത്തെ ഒരു കാര്യമാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്തോരം ആൾക്കാരാണ് ഈ സാധനം അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. ഈവൻ ടാറ്റു അടിച്ചിരിക്കുന്ന ഒരുപാട് കത്തോലിക്ക വിശ്വാസികളുണ്ട്. ഡൈഹാർഡ് കാത്തലിക്സ് എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരും ഈ ടാറ്റു അടിച്ചിട്ടുള്ളവരൊക്കെ തന്നെയായിരിക്കും, ഒരുപാട് പേരും. അത് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത കുറേ ആൾക്കാരാണ്. അപ്പോൾ ബൈബിളിലിപ്പോൾ കുറേ പേര് ചിന്തിക്കാം, ഇത് പഴയ നിയമമല്ല, ഈ പഴയ നിയമം എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? ഇത് നമ്മൾ പണ്ട് തൊട്ടേ പണ്ട് ഈ അവരുടെ നിയമത്തിന്, അവരുടെ ഇസ്രായേൽക്കാർക്ക് വേണ്ടിയുള്ള കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയ കൂട്ടത്തിലുള്ളതാണ്. അപ്പം അത് ഇനിയിപ്പോൾ അത് നോക്കിയില്ലെങ്കിലും വലിയ കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഭൂതോച്ചാടകർ, ഈ എക്സോസിസ്റ്റ് പോലുള്ള അച്ഛന്മാരുടെ കുറച്ച് ടോക്കുകളോ കാര്യങ്ങളോ അവരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പ്രധാന ഒരു ഭൂതോച്ചാടകൻ ഫാദർ ഗബ്രിയേൽ അമോർത്ത് എന്ന് പറഞ്ഞിട്ടൊരു അച്ഛൻ. അപ്പോൾ അച്ഛൻ എന്താണ്, അച്ഛനൊരു ദിവസം പറയാനുണ്ടായി, അച്ഛനൊരു അച്ഛനെ കൊണ്ടൊരു ഇൻ്റർവ്യൂ എടുപ്പിച്ചായിരുന്നു. അപ്പോൾ ഒരിടയ്ക്ക് അപ്പോൾ അച്ഛൻ പറഞ്ഞത്, ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞത്, ഈ എക്സോസിസം നടത്തുന്ന സമയത്ത് ഈ പിശാച് വെളിപ്പെടും. ഒരു വ്യക്തിയിൽ പിശാച് വെളിപ്പെട്ടിട്ട് ഈ പിശാച് വെളിപ്പെട്ട് പറയും, ഈ ടാറ്റു അടിച്ചിട്ടുള്ളവർ സ്വയം അവന് തന്നെ സമർപ്പിക്കപ്പെട്ടുള്ള ആൾക്കാരാണ്. അതായത് പിശാചിനൊരു പോർട്ടൽ, അവനുള്ളിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് കിട്ടുവാണ് ഈ ടാറ്റു അടിക്കുന്നതാണ്, ഈ ടാറ്റു അടിക്കുന്ന ആ ഒരു ഇതിലൂടെ. ഏത് ടാറ്റു ആയിക്കോട്ടെ, ഏത് ടാറ്റു ആണെങ്കിലും, ഏതൊരു ചെറിയൊരു റോസാപ്പൂവോ ഏത് ടൈപ്പ് ഒബ്ജക്റ്റിൻ്റെ ടാറ്റു ആണെങ്കിലും അതിലൂടെ അവനൊരു പോർട്ടൽ, ഒരു ഇൻഫ്ലുവൻസ് ആ ഒരു വ്യക്തിയുടെ ഇതിലേക്ക് കിട്ടുകയാണ്. അതുവഴി ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് അച്ഛൻ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, റോമാസഭയിലെ പ്രധാനപ്പെട്ട ഒരു ഭൂതോച്ചാടകനാണ് ഫാദർ ഗബ്രിയേൽ അമോർത്ത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും അടിച്ച് നടക്കുന്നു, എന്നാൽ ഞാനും അടിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുന്നില്ല. ഇത്രയും ഈ സഭയെ അംഗീകരിച്ചിരിക്കുന്ന എക്സോസിസത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം അതിനെ സീരിയസ് ആയിട്ട് കാണണം. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ വിചാരിക്കും, എന്നോട് ഇപ്പോൾ കുറേ കാത്തലിക്സ് ആണെങ്കിലും എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, അത് ഞാൻ കാത്തലിക്ക്, എനിക്കൊരു കുരിശടിക്കാൻ താല്പര്യമുണ്ട്, കുരിശിൻ്റെ ഒരു ടാറ്റു അടിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിശുദ്ധരുടെയോ അല്ലെങ്കിൽ മാതാവിൻ്റെയോ ഈശോയുടെ ക്രൂശിത രൂപമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചാലോ? അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, നമ്മുടെ ഈശോനെ തന്നെയല്ലേ അടിച്ചു വയ്ക്കുന്നത്. അച്ഛൻ അങ്ങോട്ട് പോകുമ്പോൾ, പിന്നെ ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ അച്ഛൻ പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ ടാറ്റു അടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഹോളി ഇമേജസ്, അതായത് ഈ മിഖാൽ മാലാഖമാരുടെ അല്ലെങ്കിൽ ഈശോയുടെയോ മാതാവിൻ്റെയോ ഒക്കെ അടിക്കുമ്പോൾ ദൈവം കൂടുതൽ ഒഫൻഡഡ് ആവുകയാണ്. മനസ്സിലായോ? വിശുദ്ധമായ കാര്യങ്ങൾ അടിക്കുമ്പോൾ ദൈവം കൂടുതൽ ഒഫൻഡഡ് ആവുകയാണ്. അടിക്കരുതെന്ന് പറഞ്ഞൊരു കാര്യം ഓൾറെഡി പറഞ്ഞു വെച്ചേക്കുന്നു, അത് വിശുദ്ധമായ സാധനങ്ങൾ അടിച്ച് കയറ്റുന്നു. അപ്പോൾ ഒന്ന് ഓർത്തേക്ക് അതിൻ്റെ എന്തുമാത്രം അത് നമ്മളെത്ര സീരിയസ്നെസ് ആ ഒരു വചനത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ഇത് കൂടുതൽ ഒഫൻഡഡ് ആവുന്നു. അതുവഴി ഇപ്പോൾ മിഖാൽ മാലാഖയുടെ അങ്ങനെ ആരുടെയും വിശുദ്ധമായ ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര വിശുദ്ധമായ കാര്യമാണ്. അടിക്കരുതെന്ന് പറഞ്ഞൊരു കാര്യം കൂടുതൽ വൾഗറാക്കി വയ്ക്കുന്നതാണ്. അതുവഴി കൂടുതൽ നെഗറ്റീവ് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ് ഇതുവഴി ചെയ്യുന്നത്. അപ്പോൾ
ഇതൊക്കെയൊന്ന് ആൾക്കാർ ഇതിനെക്കുറിച്ചൊന്ന് കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ആണെങ്കിലും ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു. ഒരുപാട് ഇൻസ്റ്റഗ്രാം അച്ഛന്മാർ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇവർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കുവാണ്. ടാറ്റു അടിക്കരുതെന്ന് സഭ പറഞ്ഞിട്ടില്ല, അതേ CCCക്കകത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവരിങ്ങനെ തട്ടിവിടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഈ എക്സോസിസം പോലത്തുള്ള കാര്യങ്ങളും ഇങ്ങനത്തെ ഈ ഗബ്രിയേൽ അമോർത്തിൻ്റെയൊക്കെ കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിലേക്കാണ്? ചെയ്തെന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ ഈ വചനം തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഇങ്ങനെയുള്ള ഈ എന്താണ് എക്സോസിസം വഴിയുള്ള കാര്യങ്ങൾ ഒരുപാട് അച്ഛന്മാർ ഈ ഗബ്രിയേൽ അമോർത്തിൻ്റെ കാര്യം മാത്രമല്ല, ഒരുപാട് വേറെ അച്ഛന്മാരും ഇങ്ങനെ എക്സോസിസം ചെയ്തതിൽ ടാറ്റുവിനെ കുറിച്ച് ഒരുപാട് പേര് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, അതൊരു നെഗറ്റീവാണ് നമ്മുടെ ലൈഫിൽ. അപ്പം നമ്മളതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ടാറ്റു അടിക്കാനിരിക്കുന്നവർ ദയവ് ചെയ്ത് ഇനി ടാറ്റു അടിക്കാണ്ടിരിക്കുക. അത് ശരിയല്ല. അത് നമ്മുടെ ലൈഫിൽ നല്ലതൊന്നും വരത്തില്ല. നമ്മൾ ആരെ കാണിക്കാനാണ്? നമ്മൾ ദൈവത്തെ കാണിക്കാൻ നടന്നാൽ പോരെ. നമ്മൾ ബാക്കിയുള്ളവരെ എന്ത് ഗുണം? നമുക്ക് ഒരു ഗുണവും കിട്ടത്തില്ല. നാട്ടുകാരെ കാണിക്കാൻ എന്ത് കാണിച്ചാലും നാട്ടുകാർ കുറച്ച് കുറ്റം പറയുന്നല്ലാണ്ട് നമ്മൾ വളർന്ന് കുറേ പേര് അപ്രീഷിയേറ്റ് ചെയ്യുമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറേ പേരെന്നല്ല, അത് ഇതിനോട് താല്പര്യമുള്ള കുറച്ച് പേര് അപ്രീഷിയേറ്റ് ചെയ്യും. മജോറിറ്റിയും ചിലപ്പോൾ നിന്നെ കാണുമ്പോൾ കണ്ണടിയുള്ള കുറേ പേര് നിൻ്റെ കുറ്റം പറയും. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അപ്രീസിയേഷന് വേണ്ടി അല്ലാണ്ട് അവർ അതങ്ങ് പറഞ്ഞങ്ങ് വിടും. നിനക്ക് വേറെ ഗുണമൊന്നുമില്ല. ഒരുപാട് നെഗറ്റീവ് നിൻ്റെ ലൈഫിൽ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇത് കാരണം ചിലപ്പോൾ സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവിലേക്ക് പോകണോ, അതോ ദൈവം പറഞ്ഞിരിക്കുന്ന രീതിയിൽ ജീവിച്ച് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ലഭിക്കണമെന്ന് നമ്മൾ ഓരോരുത്തർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഒരു ജീസസ് യൂത്ത് കോൺഫറൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിനകത്തും ഇതുപോലെ ഒരു ക്ലാസ് എടുക്കാൻ ടോപ്പിക്ക് ഞാൻ കറക്റ്റായിട്ട് ഓർക്കണില്ല, എന്തോ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്നൊരു ടീം, ഒരു മലയാളി, ഒരു പ്രധാനപ്പെട്ട ജീസസ് യൂത്തിൻ്റെ ആളാണ്. മച്ചാൻ ടാറ്റു എവിടെയൊക്കെ അടിച്ചേക്കണേന്ന് കൈ കണക്കൂല, അതുപോലെ ടാറ്റു അടിച്ച് കയറ്റിയേക്കുവാണ്. എന്നിട്ടാണ് പുള്ളി ഇത് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. എന്തൊരു കഷ്ടം നോക്കി സഹോദരരെ. പുള്ളി എന്നിട്ട് അതിനൊരു ന്യായം പറഞ്ഞേ, ഇതിപ്പോൾ എൻ്റെ മേത്ത് എന്താണ് ടാറ്റു എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഞാനിങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് എന്നങ്ങ് പറഞ്ഞങ്ങ് വിട്ടു. എന്തൊരു എളുപ്പമാണ്, നല്ല എളുപ്പമല്ലേ ഇത് കേൾക്കാൻ, നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് പേരെ അങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരും അടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതുമായിട്ട് നിൽക്കുന്ന യൂത്ത് പോലത്തെ അടിക്കുന്നുണ്ട്, പിന്നെ ഞാൻ അടിച്ചത് എന്താണ് പ്രശ്നം? അപ്പോൾ സഹോദരരെ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സഭയിൽ പറഞ്ഞിട്ടുള്ള, പ്രത്യേകിച്ച് ഭൂതാചാര്യരെ ഈ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഈ ടാറ്റുവിനെ കുറിച്ച് ഇവർ പറഞ്ഞേക്കുന്നത് എന്താണ്, നമ്മുടെ ലൈഫിൽ സ്പിരിച്വലി എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ ശേഖരിക്കട്ടെ.